Hi friends, welcome back to Agora, an open space to study. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സിവിൽ എഞ്ചിനീയറിംഗിലെ സെമസ്റ്റർ 6ലെ സബ്ജക്റ്റായ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 2ലെ മൊഡ്യൂൾ 1ൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈആക്സിയലി ലോഡഡ് കോളം, അതായത് കോളം സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ് ആൻഡ് ബൈആക്സിയൽ ബെൻഡിങ് മൊമെന്റിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബൈആക്സിയലി ലോഡഡ് കോളത്തിന്റെ തന്നെ സ്ക്വയർ കോളം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റെക്ടാങ്കുലർ കോളമാണ് എങ്കിൽ, അതായത് ഒരു കോളത്തിൽ ആക്സിയൽ ലോഡും അതുപോലെ തന്നെ രണ്ട് ഡയറക്ഷനിലും ബെൻഡിങ് മൊമെന്റും വരുമ്പോൾ അങ്ങനെയുള്ള ഒരു കോളം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ എ കോളം ഓഫ് സൈസ് 400 by 600 mm, ഫാക്ടേർഡ് ലോഡ് പി യു ഈസ് 3000 kN, MUX എന്ന് വെച്ചാൽ മേജർ ആക്സിസിന് എബൌട്ട് ആയിട്ട് വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് 130 kN ആൻഡ് MUY 120 kN. അൺസപ്പോർട്ടഡ് ലെങ്ത് ഈസ് 3.2 meter. യൂസ് M25 ആൻഡ് FE 415. Assume D dash is 60 mm. The column is braced against sides A. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ള ഗിവൺ ഡേറ്റാസ് എഴുതാം. ഇവിടെ ഒരു റെക്ടാങ്കുലർ കോളമാണ്. സോ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 400 mm ഡെപ്ത് എന്ന് പറയുന്നത് 600 mm ആണ്. ദെൻ അൺസപ്പോർട്ടഡ് ലെങ്ത് L എന്ന് പറയുന്നത് 3.2 മീറ്റർ ആണ്. അതിനെ എംഎമ്മിലോട്ട് മാറ്റുമ്പോൾ 3200 mm എന്നാണ് വരുന്നത്. ദെൻ ദ ഫാക്ടേർഡ് ലോഡ് ആണ് തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് PU 3000 kN. ദെൻ അലോങ് എക്സ് ഡയറക്ഷനിൽ വരുന്ന മൊമെന്റ് 130, അലോങ് വൈ ഡയറക്ഷനിൽ വരുന്ന മൊമെന്റ് 120 kN ആണ്. ദെൻ FCKയുടെ വാല്യൂ M25 ആണ്, അതുകൊണ്ട് 25 Nm². Y എന്ന് പറയുന്നത് FE 415 ആണ്, അതുകൊണ്ട് 415 Nm² ആണ്. ദെൻ ഡി ഡാഷ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 60 mm തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ദ കോളം ഈസ് ബ്രേസ്ഡ് അഗെയിൻസ്റ്റ് സൈഡ്സ് എ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കണ്ടീഷൻ തന്നിട്ടുള്ളത് ഇവിടെ വരുന്ന എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷനാണ്. അപ്പോൾ രണ്ട് രീതിയിൽ എഫക്റ്റീവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നെങ്കിൽ IS 456 2000 ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആ ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേസ്ഡ് കോളം ആണ് എങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 0.85 into L ആണ്. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഈ തന്നിട്ടുള്ള കോളം ഷോർട്ട് കോളം ആണോ ലോങ് കോളം ആണോ എന്ന് ആദ്യം അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ സ്ലെൻഡർനെസ് റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് ഇത് ഷോർട്ട് കോളം ആണോ അതോ ലോങ് കോളം ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടി എഫക്റ്റീവ് ലെങ്ത് അറിയണം. അതായത് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. ഇത് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒരു ബ്രേസ്ഡ് കോളം ആണ് എങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.85 into L ആണ്. L എന്ന് പറയുന്നത് അൺസപ്പോർട്ടഡ് ലെങ്ത്. സോ 0.85 into L 3200 ചെയ്യുമ്പോൾ 2720 mm എന്നാണ് കിട്ടുന്നത്. ദെൻ എഫക്റ്റീവ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കണം. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. എഫക്റ്റീവ് ലെങ്ത് കിട്ടിയിരിക്കുന്നത് 2720 ആണ്, ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അതായത് ഇതൊരു റെക്ടാങ്കുലർ കോളമാണ് തന്നിട്ടുള്ളത്, അതായത് 400 mm വിഡ്ത്തും 600 mm ഡെപ്തും വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണോ ചെറിയ ഡയമെൻഷൻ അതിനെയാണ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ 400 ആണ് ചെറിയ ഡയമെൻഷൻ വരുന്നത്. സോ അത് ചെയ്ത് കഴിയുമ്പോൾ 6.8 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ലെസ് ദാൻ 12. അതുകൊണ്ട് തന്നെ ഹിയർ ദ കോളം മേ ബി ഡിസൈൻ ആസ് എ ഷോർട്ട് കോളം. നമ്മളിവിടെ ഷോർട്ട് കോളം ആയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് ഇവിടെ വരുന്ന എസെൻട്രിസിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ആദ്യം ഇവിടെ വരുന്ന, അതായത് ഇവിടെ മൊമെന്റ് രണ്ട് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എലോങ് എക്സ് ഡയറക്ഷനിൽ ഒരു എസെൻട്രിസിറ്റി വരുന്നുണ്ട്, എലോങ് വൈ ഡയറക്ഷനിൽ ഒരു എസെൻട്രിസിറ്റിയും വരുന്നുണ്ട്. അത് ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് ആ വാല്യൂ മിനിമം എസെൻട്രിസിറ്റി വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു ബൈആക്സിയലി ലോഡഡ് കോളം തന്നെയാണോ ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അതായത് ബൈആക്സിയലി ലോഡഡ് കോളം ആണ് എങ്കിൽ ഇവിടെ വരുന്ന മിനിമം എസെൻട്രിസിറ്റിയുടെ വാല്യൂവിനേക്കാളും കൂടുതൽ ഒരു വാല്യൂ കിട്ടിയാൽ മാത്രമേ അതൊരു ബൈആക്സിയലി ലോഡഡ് കോളം ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ വരുന്ന അപ്ലൈഡ് എസെൻട്രിസിറ്റീസ് ആദ്യം കണ്ടുപിടിക്കണം. അതായത് EX എന്ന് പറയുന്നത് എലോങ് എക്സ് ഡയറക്ഷനിലെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് MUX ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന ലോഡ് P ആണ്, PU.
ഇവിടെ വരുന്ന ഫാക്ടർ ലോഡ് പി യു, അതായത് എം യു എന്ന് പറയുന്നത് പി യു ഇൻറ്റു ഇ ആണ്. ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇ ഇസ് ഈക്വൽ ടു എം യു ഡിവൈഡഡ് ബൈ പി യു എന്നാണ് വരുന്നത്. അപ്പം ഇവിടെ എം യു എന്ന് പറയുന്നത് എലോങ് എക്സ് ഡയറക്ഷനിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 130 ഇൻറ്റു 10⁻³ ആണ്. 10⁻³ എടുക്കാൻ കാരണം അതിനെ എം എമ്മിലോട്ട് മാറ്റിയതാണ്. ഡിവൈഡഡ് ബൈ 3000 എന്ന് പറയുന്ന പി യു ഫാക്ടർ ലോഡിന്റെ വാല്യൂ ആണ്. ചെയ്യുമ്പോൾ 43.33 mm എന്ന് കിട്ടും. ദെൻ വൈ ഡയറക്ഷനിൽ കിട്ടണമെങ്കിൽ 120 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 3000 ചെയ്യുമ്പോൾ 40 mm എന്ന് കിട്ടും. ഇനി ഇത് മിനിമം എസെൻട്രിസിറ്റിയുടെ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. മിനിമം എസെൻട്രിസിറ്റിയുടെ കണ്ടീഷൻ ക്ലോസ് 25.4 പറയുന്നത് E minimum is equal to unsupported length divided by 500 plus lateral dimension divided by 30. ആ ഇക്വേഷൻ വെച്ചിട്ട് ഈ മിനിമം കണ്ടുപിടിക്കും. മിനിമം 20 mm എങ്കിലും മിനിമം എസെൻട്രിസിറ്റി വേണമെന്നാണ് കോഡിൽ പറയുന്ന കണ്ടീഷൻ. ആ കണ്ടീഷനാണ് ഇനി ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. മിനിമം എസെൻട്രിസിറ്റി ആസ് പെർ കോഡ് ക്ലോസ് 25.4ലാണ്. എലോങ് എക്സ് ഡയറക്ഷനിലെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് L/500 പ്ലസ് D/30 ആണ്. L ഈസ് അൺസപ്പോർട്ടഡ് ലെങ്ത് 3200/500 പ്ലസ് ഇവിടെ വരുന്ന D എന്ന് പറയുന്നത് 600 ആണ്. എലോങ് എക്സ് ഡയറക്ഷനിലെ ഡെപ്ത് ബൈ 30 ചെയ്യുമ്പോൾ 26.4 mm കിട്ടും. അത് ഗ്രേറ്റർ ദാൻ 20 mm ആണ്. ഇനി അതുപോലെ തന്നെ എസെൻട്രിസിറ്റി എലോങ് വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് L/500 പ്ലസ് ഇവിടെ ഡിയുടെ അവിടെ ബി ആയിട്ട് മാറും. സോ B/30 ചെയ്യുമ്പോൾ കിട്ടുന്നത് 19.73 ആണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 20 mm. ഇനി ഇവിടെ വരുന്ന മിനിമം എസെൻട്രിസിറ്റിയുടെ വാല്യൂ അപ്ലൈഡ് എസെൻട്രിസിറ്റിയുടെ വാല്യൂ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന മിനിമം എസെൻട്രിസിറ്റി എന്ന് പറയുന്ന അപ്ലൈഡ് എസെൻട്രിസിറ്റിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹെൻസ് ഡിസൈൻ എ ബൈആക്സിയലി ലോഡഡ് കോളം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു ബൈആക്സിയലി ലോഡഡ് കോളമാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ വരുന്ന പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എത്ര വേണമെന്നാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ട്രയൽ സെക്ഷൻ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് mu is equal to 1.15 ഇൻറ്റു റൂട്ട് ഓഫ് mu(x²) പ്ലസ് mu(y²). ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mu(x) എന്ന് പറയുന്ന 130, mu(y) എന്ന് പറയുന്ന 120 സ്ക്വയർ ചെയ്യുമ്പോൾ 203.456 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി ഇവിടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണമെങ്കിൽ SP16 തന്നിട്ടുള്ള ഇന്ററാക്ഷൻ ചാർട്ടിൽ നിന്നാണ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുന്നത്. അതായത് ഇന്ററാക്ഷൻ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് P/FCKയുടെ വാല്യൂ കിട്ടും. അതിൽ നിന്ന് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇന്ററാക്ഷൻ ചാർട്ടിൽ എക്സ് ആക്സിസിൽ mu/FCK BD² വൈ ആക്സിസിൽ PU/FCK BDയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ആദ്യം നമുക്ക് ചാർട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ D'/Dയുടെ വാല്യൂ FYയുടെ വാല്യൂ അറിയണം. FY ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 415 ആണ്. ഇനി D'/Dയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് D'/D is equal to 60 ആണ്. D'/D 600 mm ചെയ്യുമ്പോൾ 0.1 എന്ന് കിട്ടും. ദെൻ PU/FCK BD കണ്ടുപിടിക്കുക. PU is 3000. അതിന് കിലോന്യൂട്ടൺ ആണ്. ന്യൂട്ടണിലോട്ട് മാറ്റാൻ വേണ്ടി 10⁻³ ഡിവൈഡഡ് ബൈ FCK 25, B is 400, D is 600 ചെയ്യുമ്പോൾ 0.5 എന്ന് കിട്ടും. ദെൻ mu/FCK BD² കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് mu എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്രയൽ സെക്ഷന് സെലക്ട് ചെയ്ത മൊമെൻ്റ് ആണ് 203.456 ഇൻറ്റു ന്യൂട്ടൺ എമ്മിലോട്ട് മാറ്റാൻ വേണ്ടി 10⁻6 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 400 ഇൻറ്റു 600² ചെയ്യുമ്പോൾ 0.0565 കിട്ടും. ഇനി D'/Dയുടെ വാല്യൂ 0.1ഉം FYയുടെ വാല്യൂ 415ഉം വരുന്ന ചാർട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ചാർട്ട് രണ്ട് രീതിയിൽ സെലക്ട് ചെയ്യാം. നമ്മളവിടെ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഒന്നുകിൽ രണ്ട് സൈഡിൽ മാത്രമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 4 സൈഡിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടീഷനൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈക്വൽ റീഇൻഫോഴ്സ്മെന്റ് ഓൺ ഓൾ സൈഡ്സ്, അതായത് 4 സൈഡിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള അസംഷനിൽ ചാർട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ചാർട്ട് എന്ന് പറയുന്നത് ചാർട്ട് 44 ആണ്. SP16 ഇതാണ് ചാർട്ട് 44 എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് P/FCKയുടെ, അതായത് ഈ ഓരോ കർവും റെപ്രസെന്റ് ചെയ്യുന്ന P/FCKയുടെ വാല്യൂ അത് എടുക്കണം. ഇവിടെ D'/Dയുടെ വാല്യൂ 0.1ഉം FY is 415ഉമാണ്. ഇവിടെ 4 സൈഡിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി PU/FCK BDയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 0.5 ആണ്. mu/FCK BD² വാല്യൂ എന്ന് പറയുന്നത് 0.0565 ആണ്.
അപ്പോൾ ഇത് രണ്ടും എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് വരുന്ന പി ബൈ എഫ് സി കെയുടെ വാല്യൂ എടുക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് പി ബൈ എഫ് സി കെ എന്ന് പറയുന്നത് 0.06 ആണ്. ഇതിൽ നിന്ന് പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.06 ഇൻറ്റു എഫ് സി കെ ദാറ്റ് ഈസ് 25 ചെയ്യുമ്പോൾ 1.5% എന്നാണ് കിട്ടുന്നത്. സോ എ എസ് ടി റിക്വയർഡ് എന്ന് പറയുന്നത് എ എസ് എന്ന് പറയുന്നത് പി ഇൻറ്റു ബി ഡി ബൈ 100 ആണ്. ദാറ്റ് ഈസ് പി ഈസ് 1.5 ഇൻറ്റു ബി ഈസ് 400 ഇൻറ്റു 600 ബൈ 100. ഇത് ചാർട്ടിൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബാറിൻ്റെ ഡയമീറ്റർ അസ്യൂം ചെയ്തിട്ട് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക. സോ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ബാർ. സോ ഏരിയ ഓഫ് 1 ബാർ എന്ന് പറയുന്നത് π/4 ഇൻറ്റു 25 സ്ക്വയർ ആണ് വരുന്നത്. ചെയ്യുമ്പോൾ 7.33 എന്ന് കിട്ടും. അപ്പോൾ അതൊരു ഈവൻ നമ്പറായിട്ട് റൗണ്ട് ചെയ്യുക. സോ 8 ബാർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇനി ഈ 8 ബാർ കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന ആക്ച്വൽ എ എസ് സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 8 ഇൻറ്റു π/4 ഇൻറ്റു 25 സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത് 3926.99 mm² ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ കിട്ടിയിട്ടുള്ളത് 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ് ആണ്. ഇനി ഈ ആക്ച്വൽ ഏരിയ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന ആക്ച്വൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. അതാണ് ഇനി അടുത്ത് ചെയ്യുന്നത്. അതായത് ആക്ച്വൽ എ എസ് സി എന്ന് പറയുന്നത് 3926.99 ആണ്. ഇവിടുത്തെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി 400 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 100 ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ആക്ച്വൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 1.63% ആണ്. അതായത് 1.63% സ്റ്റീലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആക്ച്വൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ഇനി വരുന്ന കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യാനാണ്. ഇതിൽ നിന്ന് പി ബൈ എഫ് സി കെ എന്ന് പറയുന്നത് 1.63 ഡിവൈഡ് ബൈ 25 ചെയ്യുമ്പോൾ 0.0652 എന്നാണ് കിട്ടുന്നത്. ഇനി അടുത്തത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബൈആക്സിയലി ലോഡഡ് കോളം ഡിസൈൻ ചെയ്യാൻ വേണ്ടി SP16 അതുപോലെ തന്നെ IS 456 2000 കണ്ടീഷൻ പറയുന്നത് MUX ഡിവൈഡഡ് ബൈ MUX1 റേസ് ടു ആൽഫ n പ്ലസ് MUY ഡിവൈഡഡ് ബൈ MUY1 റേസ് ടു ആൽഫ n ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തത് ഇവിടെ സേഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി അവിടെ വരുന്ന ഓരോരോ ടേംസും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ MUXൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, MUYയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇനി MUX1ഉം MUY1ഉം അറിയണം, അതുപോലെ തന്നെ ആൽഫ എന്നിൻ്റെ വാല്യൂ അറിയണം. ഈ 3 കാര്യങ്ങളാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ കാൽക്കുലേഷൻ ഓഫ് MUX1 that is the uniaxial moment capacity in x direction കണ്ടുപിടിക്കുന്നത് ഇന്ററാക്ഷൻ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇവിടെ വരുന്ന d'/d എന്ന് പറയുന്നത് 0.1 ആണ്. ഇനി PU ബൈ എഫ് സി കെ ബി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട് 0.5. ദെൻ P ബൈ എഫ് സി കെ എന്ന് പറയുന്നത് നമുക്കിവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഏരിയ ഓഫ് സ്റ്റീൽ 0.0652 ആണ് P ബൈ എഫ് സി കെ എന്ന് പറയുന്ന റേഷ്യോ. ഇനി ഇത് രണ്ടും അതുപോലെ തന്നെ d'/dയുടെ വാല്യൂ 0.1ഉം FYയുടെ വാല്യൂ 415ഉം കറസ്പോണ്ടിങ് വരുന്ന ചാർട്ട് എന്ന് പറയുന്ന ചാർട്ട് 44 ആണ്. ആ ചാർട്ടിൽ നിന്ന് MU ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെ വാല്യൂ എടുക്കണം. അതായത് PU ബൈ എഫ് സി കെ ബി ഡി എന്ന് പറയുന്നത് 0.5 ആണ്. അതുപോലെ തന്നെ P ബൈ എഫ് സി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.0652 ആണ്. അപ്പോൾ എവിടെയാണോ 0.0652 ഏകദേശം വരുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് ആക്സിസിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിന് കറസ്പോണ്ടിങ് വരുന്ന MU ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെ വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് MUX1 ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ കിട്ടുന്നത് 0.06 ആണ്. ഇതിൽ നിന്ന് MUX1 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 0.06 ഇൻറ്റു എഫ് സി കെ ബി ഡി സ്ക്വയർ ആണ് വരുന്നത്. ദാറ്റ് ഈസ് 25 ഇൻറ്റു 400 ഇൻറ്റു 600 സ്ക്വയർ ചെയ്യുമ്പോൾ 216 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി സ്ക്വയർ കോളത്തിലായിരുന്നു എങ്കിൽ MUX1ൻ്റെ വാല്യൂ MUY1ൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. പക്ഷേ ഇൻ കേസ് ഓഫ് റെക്ടാങ്കുലർ കോളം അവിടെ MUX1 അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് MUY1 ആണ്. ദാറ്റ് ഈസ് യൂണിയാക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി ഇൻ Y ഡയറക്ഷൻ. MUY1 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുക്കേണ്ടത് D എന്ന് പറയുന്നത് 400 mm ആണ് എടുക്കേണ്ടത്. അതായത് എലോങ് എക്സ് ഡയറക്ഷനിൽ വരുന്ന ക്യാപിറ്റൽ D 600 mm ആയിരുന്നു എടുത്തത്. എന്നാൽ Y ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എടുക്കേണ്ട ഡയമെൻഷൻ എന്ന് പറയുന്നത് 400 mm ആണ്. അങ്ങനെയാണെങ്കിൽ D'/D എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ 400 ആണ് വരുന്നത്. അതായത് ഇവിടെ D നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് അവിടുത്തെ കോളത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം
ഡി ഡാഷ് ബൈ ബി എന്നാണ് വരുന്നത്. സോ ബി എന്ന് പറയുന്നത് 400 mm ചെയ്യുമ്പോൾ 0.15 വരും. ഇനി ഡി ഡാഷ് ബൈ ഡിയുടെ വാല്യൂ 0.15ഉം എഫ് ബൈയുടെ വാല്യൂ 415ഉം വരുന്ന ചാർട്ട് സെലക്ട് ചെയ്യുക. 415 കറസ്പോണ്ടിങ് വരുന്ന ചാർട്ട് എന്ന് പറയുന്നത് ചാർട്ട് 45 ആണ്. ദെൻ ഇവിടെ പി ബൈ എഫ് സി കെയുടെ വാല്യൂ 0.0652ഉം പി യു ബൈ എഫ് സി കെ വൈ ഡയറക്ഷനിൽ വരുമ്പോൾ ഡി ബി എന്നാണ് വരുന്നത്. സോ ആ വാല്യൂസിന് വ്യത്യാസം വരുന്നില്ല. സോ 0.5 തന്നെയാണ്. അപ്പോൾ ചാർട്ട് 45 നോക്കിയിട്ട് അവിടെ നിന്ന് എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 0.5നും അതുപോലെ തന്നെ 0.0652നും കറസ്പോണ്ടിങ് കിട്ടുന്ന എവിടെയാണോ അത് എക്സ് ആക്സിസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എം യു വൈ വൺ ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറിൻ്റെ വാല്യൂ. ഇവിടെ ഏകദേശം കിട്ടുന്നത് 0.055 ആണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് എം യു വൈ വൺ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 0.055 ഇൻറ്റു 25 ഇൻറ്റു 600 ആണ് ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് 400 സ്ക്വയർ എന്നാണ് വരുന്നത്. അതായത് വൈ ഡയറക്ഷനിൽ വരുമ്പോൾ ബിയുടെ അവിടെ ഡിയും ഡിയുടെ അവിടെ ബിയുടെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം മാത്രമാണ് ഒരു റെക്ടാങ്കുലർ കോളം ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 132 കിലോന്യൂട്ടൺ മീറ്റർ എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് എം യു വൈ വൺ ഈസ് 132 കിലോന്യൂട്ടൺ മീറ്റർ. ഇനി ഈ കിട്ടിയ എം യു എക്സ് വണ്ണും എം യു വൈ വണ്ണും നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള എം യു എക്സിൻ്റെ വാല്യൂവിനും അതുപോലെ തന്നെ എം യു വൈയുടെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് എം യു എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ എം യു എക്സും അതുപോലെ തന്നെ എം യു വൈ വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ എം യു വൈയും ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് എം യു എക്സ് 130 ആണ്, എം യു വൈ എന്ന് പറയുന്നത് 120 ആണ്. എം യു എക്സ് വൺ കിട്ടിയത് 216ഉം എം യു വൈ വൺ കിട്ടിയത് 132 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂം ഗ്രേറ്റർ ആണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫ എൻ എന്ന് പറയുന്ന വാല്യൂ ആണ്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ആൽഫ എൻ. അത് എസ് പി 60 പേജ് 104 നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ എൻ എന്ന് പറയുന്ന വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ പി യു ബൈ പി യു ഇസഡ് റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ പി യു ഇസഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.45 എഫ് സി കെ എ ജി പ്ലസ് 0.75 എഫ് വൈ മൈനസ് 0.45 എഫ് സി കെ ഇൻറ്റു എ എസ് സി. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് പി യു ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ചാർട്ട് 63 നിന്നും പി യു ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോഡ് തന്നിട്ടുള്ളത് 0.45 എഫ് സി കെ എ സി പ്ലസ് 0.75 എഫ് വൈ എ സി സി എന്നാണ് കോഡ് തന്നിട്ടുള്ള ഇക്വേഷൻ. ഇവിടെ ഗ്രോസ് ഏരിയയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ 3878.097 എന്നാണ് പി യു ഇസഡിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇനി പി യു ബൈ പി യു ഇസഡ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് പി യു എന്ന് പറയുന്നത് 3000 ഡിവൈഡഡ് ബൈ പി യു ഇസഡ് ചെയ്യുമ്പോൾ 0.77 എന്ന് കിട്ടും. അപ്പം നമുക്ക് കോഡ് തന്നിട്ടുള്ളത് പി യു ബൈ പി യു ഇസഡിൻ്റെ വാല്യൂ 0.2 ആണ് എങ്കിൽ അവിടെ വരുന്ന ആൽഫ എന്നിൻ്റെ വാല്യൂ 1ഉം 0.8 ആണ് എങ്കിൽ അവിടെ വരുന്ന ആൽഫ എന്നിൻ്റെ വാല്യൂ 2ഉം ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് 0.77 ആണ്. അത് 0.2നും 0.8നും ഇടയിലാണ് വരുന്നത്. ഇനി അവിടെ വരുന്ന ആൽഫ എന്നിൻ്റെ വാല്യൂ ഇൻ്റർപോളേഷൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഇൻ്റർപോളേഷൻ മെത്തേഡിനുള്ള ഫിഗർ വരയ്ക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഈ എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ എക്സ് കിട്ടുന്നത് 0.95 ആണ്. ഇനി ആൽഫ എൻ എന്ന് പറഞ്ഞ് കിട്ടാൻ വേണ്ടി ഈ 1ൻ്റെ കൂടെ ഇവിടെ വരുന്ന എക്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. സോ ഹിയർ വി ഗെറ്റ് 1.95. ഇനി ഇവിടെ വരുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ചെക്ക് സേഫ്റ്റി അണ്ടർ ബൈആക്സിയൽ ലോഡിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എം യു എക്സ് ഡിവൈഡഡ് ബൈ എം യു എക്സ് വൺ റേസ് ടു ആൽഫ എൻ പ്ലസ് എം യു വൈ ഡിവൈഡഡ് ബൈ എം യു വൈ വൺ റേസ് ടു ആൽഫ എൻ ഈസ് ഈക്വൽ ടു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1.2 എന്നാണ് കിട്ടുന്നത്. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹെൻസ് ദ ട്രയൽ സെക്ഷൻ ഈസ് നോട്ട് സേഫ് അണ്ടർ അപ്ലൈ ലോഡ്. അതായത് ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ കിട്ടിയ എം യു എക്സ് ഡിവൈഡ് ബൈ എം യു എക്സ് വൺ റേസ് ടു ആൽഫ എൻ പ്ലസ് എം യു വൈ ഡിവൈഡ് ബൈ എം യു വൈ വൺ റേസ് ടു ആൽഫ എൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് മാത്രമേ നമ്മളിവിടെ സെലക്ട് ചെയ്ത ആ ട്രയൽ സെക്ഷൻ ഇവിടെ സേഫ് ആവുകയുള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ ഒന്നിനേക്കാളും കൂടിയ വാല്യൂ ആണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത ട്രയൽ സെക്ഷൻ ഇവിടെ സേഫ് അല്ല. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചെയ്യുമ്പോഴും ഇങ്ങനൊരു കണ്ടീഷനാണ് വരുന്നതെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ എഴുതി വെക്കുക. കാരണം വീണ്ടും അത് പുതിയൊരു സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ചെയ്യാനുള്ള ഒരു ടൈം എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ കിട്ടില്ല. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ട്രയൽ സെക്ഷൻ ഈസ് നോട്ട് സേഫ് അണ്ടർ അപ്ലൈ ലോഡ് എന്നൊരു കണ്ടീഷൻ എഴുതി വയ്ക്കുക. അതല്ല എങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതായത്
ഓൾവേസ് അഡോപ്റ്റ് ഗ്രേറ്റർ വാല്യൂ ഫോർ പി പെർസെൻറ്റേജ് ടു അവോയ്ഡ് റീഡിസൈൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ഒരു വാല്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. നെക്സ്റ്റ് നമ്മൾ ഇവിടെ വരുന്ന ലാറ്റർ ടൈസ് ഡിസൈൻ ചെയ്യണം. അത് IS 456/2000 ക്ലോസ് 26.5.3.2 പറയുന്ന ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടുത്തെ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് ബി മോർ ദാൻ ദിസ് കണ്ടീഷൻ 1/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 25 ചെയ്യുമ്പോൾ 6.25 mm. ഡയമീറ്റർ ഓഫ് ടൈസ് ഷുഡ് ബി മോർ ദാൻ 6 mm. ഇവിടെ 6.25നേക്കാളും 6നേക്കാളും കൂടി വരുന്ന ഒരു ഡയമീറ്റർ സെലക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 8 mm ആണ് ഇവിടെ വരുന്നത്. അടുത്തത് ഇവിടുത്തെ സ്പേസിങ് അഥവാ പിച്ച് ഓഫ് ടൈസ് കണ്ടുപിടിക്കണം. അതിന് 3 കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ദ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ, അതായത് ചെറിയ ഡയമെൻഷനേക്കാളും കൂടി പോകാൻ പാടില്ല. ദാറ്റ് ഈസ് ഇവിടെ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 400 mm ആണ്. ദെൻ 16 times the longitudinal bars diameter, that is 16 into 25 ചെയ്യുമ്പോൾ 400 mm. തേർഡ് കണ്ടീഷൻ ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 300 mm. ഇതിൽ ഏതാണോ ഒരു ചെറിയ വാല്യൂ അത് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 8 mm ഡയമീറ്റർ ബാർസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. ഇതിങ്ങനെയാണ് ഒരു ബൈആക്സിയലി ലോഡഡ് റെക്ടാങ്കുലർ കോളം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ റീൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 400/600 mm ആണ്. ഇവിടെ 8 ബാർസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഈ റൗണ്ടഡ് ബാർ 8 എണ്ണം ഉണ്ട് 25 mm ഡയമീറ്ററിൻ്റെ. ഇവിടെ വരുന്ന ലാറ്ററൽ ടൈസ് എന്ന് പറയുന്നത് 8 mm ഡയമീറ്റർ വരുന്നത് 300 mm സെൻറ്റർ ടു സെൻറ്ററിലാണ്. ദെൻ ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ വരയ്ക്കുക. ഇതാണ് ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റ്. ഇത് ഇവിടുത്തെ ലാറ്ററൽ ടൈസ് ആണ്. ഇപ്പോൾ തമ്മിൽ കൊടുത്തിട്ടുള്ളത് 300 mm സെൻറ്റർ ടു സെൻറ്ററിലാണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽ വരുന്നത്. അപ്പം പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് മസ്റ്റായിട്ടും വരച്ചിരിക്കണം. ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡീറ്റെയിലിംഗ് വരയ്ക്കുന്നതിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 3 മാർക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ് വരയ്ക്കുന്നതിന് തന്നെ ഉണ്ട്. അപ്പം ഈ ഡീറ്റെയിലിംഗ് വരയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനി ഒരു ടോപ്പിക് കൂടിയാണ് ബാലൻസ് ഉള്ളൂ. സ്ലെൻഡർ കോളത്തിൻ്റെ ഡിസൈൻ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.